ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഹാഫ് kg കേക്കിനുള്ള വനില സ്പഞ്ച് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. ഇതിൽ ഞാൻ വാനിലയുടെ ഫ്ലേവർ വെച്ചിട്ടുള്ള കേക്കാണ് 3 കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ഏത് കേക്കാണോ അതിനനുസരിച്ച് ഫ്ലേവർ മാറ്റി കൊടുക്കണം. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ജിനൈസ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1/2 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ വാനില പൗഡറും മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. വാനില എസൻസ് ആണ് ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ പൗഡർ ഉള്ളത് കൊണ്ട് ഞാൻ പൗഡർ ചേർത്തതാണ്. എസൻസ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി നമുക്ക് മറ്റൊരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായി ഒന്ന് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് വേണം ബീറ്റാക്കി എടുക്കാൻ. അപ്പോൾ വാനിലയുടെ എസൻസ് ആണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഈ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എഗ്ഗിൻ്റെ ആ ഒരു സ്മെല്ലും മാറിക്കിട്ടും. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു സ്റ്റേജിലെത്തണം നമ്മൾ ബീറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോർ കുറേശ്ശെയായിട്ട് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. വിസ്കോ അതല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് നിങ്ങൾക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഓവനാണെങ്കിൽ ഓവന്, അതല്ലെങ്കിൽ പ്രഷർ കുക്കർ ആണെങ്കിൽ പ്രഷർ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവനാണെങ്കിൽ 160 ഡിഗ്രിയിൽ 15 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ആവാനായിട്ട് വെക്കുക. OTG ആണെങ്കിൽ, മൈക്രോവേവ് ആണെങ്കിൽ 3-4 മിനിറ്റ് മതി. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ബാറ്റർ നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ വിരിച്ചതാണ്. അപ്പം താഴെ മാത്രം ബട്ടർ പേപ്പർ വിരിച്ച് കൊടുത്താൽ മതി. സൈഡിൽ വെക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോഴേ സൈഡ് നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. വലിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവൻ ആണെങ്കിൽ ഓവൻ, അതല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ അത് തുറന്നതിന് ശേഷം അതിലേക്ക് നമ്മളുടെ ഈ ബേക്കിംഗ് ടിൻ ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 160 ഡിഗ്രിയിൽ 25 മുതൽ 30 മിനിറ്റ് വരെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിപ്പോൾ 25 മിനിറ്റ് ബേക്കാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഈ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗം നമ്മൾ തൊട്ട് കഴിയുമ്പോൾ കയ്യിലൊട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബേക്കായിട്ടുണ്ട്. നമ്മൾ ടൂത്ത് പിക്കൊന്നും വെച്ച് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു കേക്ക് ബേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ആ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് 25 മിനിറ്റാണ് ബേക്കാക്കി എടുത്തിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് കൂടെ വെക്കുകയെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ ബ്രൗൺ ആയിട്ട് കിട്ടും. അപ്പോൾ അധികം ക്രിസ്പി ആവണ്ടെന്ന് കരുതിയിട്ടാണ് 25 മിനിറ്റ് തന്നെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. അടുത്ത റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതിൻ്റെ അടുത്ത് തെളിഞ്ഞ് വരുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്ത കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് മൈദയും 1 ടീസ്പൂൺ വാനില പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. 1/8 ടീസ്പൂൺ വരും ബേക്കിംഗ് സോഡ. എന്നിട്ട് നന്നായി ഒന്ന് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള സെയിം പാത്രങ്ങൾ തന്നെയാണ് ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നും വരില്ല. പക്ഷേ നമ്മൾ ഷിഫോൺ കേക്കോ ജിനൈസോ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മളെടുക്കുന്ന പാത്രം നല്ല ക്ലീൻ ആയിരിക്കണം. ഇനി നമുക്ക് 1 എഗ്ഗ് നമുക്കൊരു ബൗളിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വാനിലയുടെ എസൻസാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ എസൻസും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പൗഡർ ഉപയോഗിച്ചതുകൊണ്ടാണ് അത് ഇതിനകത്തേക്ക് ചേർക്കാത്തത്. എന്നിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും 1/4 കപ്പ് ഓയിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരുപാട് സമയം നമ്മൾ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതെല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വന്നാൽ മതി.
അപ്പോൾ ഇതിവിടെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഈ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഫ്ലോറ് നന്നായി ഒന്ന് കട്ടയൊന്നും ഇല്ലാതെ മിക്സാക്കി എടുക്കുക. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മിക്സി ഉപയോഗിച്ചും ചെയ്യാം, അതൊരു സ്പൂൺ ഉപയോഗിച്ചും ചെയ്യാം, അതല്ലെങ്കിൽ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിവിടെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്ന് ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഒരല്പം ഫ്ലോർ ഡസ്റ്റ് ചെയ്തെടുത്തതാണ്. മൈദ ഇട്ടിട്ട് തട്ടി കൊടുത്ത് എക്സ്ട്രാ ഉള്ളതൊക്കെ തട്ടി മാറ്റിയിട്ടുണ്ട്. ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓവന് ഈ സമയത്ത് നമ്മൾ പ്രീ ഹീറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവണം, എന്നാലേ നമുക്കിതിൽ ഡയറക്റ്റായിട്ട് ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഓവനിലല്ല ചെയ്യുന്നത്, സ്റ്റൗ ടോപ്പ് തന്നെയാണ്. അപ്പം പാത്രം നേരത്തെ തന്നെ ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ഈ ബേക്കിംഗ് ടിന്ന് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓവനിൽ ചെയ്യുകയാണെങ്കിൽ 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റഡ് ഓവൻ OTGയിൽ 170 ഡിഗ്രിയിൽ 30 മുതൽ 35 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ബേക്ക് ആവാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ അത് 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ സെൻറ്റർ ക്ലിയർ ആണോ എന്നൊന്ന് ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കേക്ക് ടെസ്റ്റർ വെച്ചാണ് ചെക്ക് ചെയ്തത്, ക്ലിയർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം. ഇനി ഞാൻ അടുത്ത കേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഷിഫോൺ കേക്കാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ഷിഫോൺ കേക്ക് ചെയ്യുമ്പോൾ ബൗള് നല്ല ക്ലീൻ ആയിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഏത് ബൗളിനകത്താണോ എഗ്ഗ് വൈറ്റ് വിപ്പ് ചെയ്യുന്നത് ആ ബൗള് നല്ല ക്ലീൻ ആണെങ്കിൽ മാത്രമേ എഗ്ഗ് വൈറ്റ് നല്ല ക്ലിയർ ആയിട്ട് വരുള്ളൂ. ഞാനിപ്പോൾ 2 എഗ്ഗ് വെള്ളയും മഞ്ഞയും മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഞാൻ ആദ്യം ബീറ്റാക്കി എടുക്കുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയല്ല, സാധാരണ പഞ്ചസാര തന്നെയാണ്, അത് ചേർത്തിട്ട് ബീറ്റാക്കി എടുക്കാം. നമ്മൾ ഈ ബൗള് കമഴ്ത്തി പിടിച്ച് കഴിഞ്ഞാലും അതിൽ നിന്ന് വീഴാത്ത ഒരു സ്റ്റേജിലെത്തുന്നത് വരെ ബീറ്റാക്കി എടുക്കണം. ഇപ്പോൾ ഇത് നന്നായി തന്നെ സ്റ്റിഫ് പീക്കായിട്ട് ഇവിടെ ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ പിടിച്ച് കഴിഞ്ഞാലും അനങ്ങാണ്ട് അവിടെ തന്നെ നിൽക്കും. ഇനി നമുക്ക് ഈ എഗ്ഗിൻ്റെ യോക്കിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും വാനിലയുടെ എസൻസാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ചെയ്താലും മതി. ഇനി ഇതിനകത്തേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ഫ്ലോറ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ടാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അത്രയും ഫ്ലോറേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. 1/2 കപ്പ് മൈദയല്ല, 1/2 കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ കുറച്ച മൈദയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. 1/8 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ് വൈറ്റിൽ നിന്ന് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് കറണ്ട് പോയതുകൊണ്ടാണ് ആ ഒരു വെളിച്ചത്തിൻ്റെ ഒരു കുറവ് വന്നത്. നമ്മുടെ നാട്ടിൽ എപ്പോഴും കറണ്ട് പോകുന്നുള്ളതൊന്നും നമുക്ക് നേരത്തെ പറയാൻ പറ്റില്ല. ന്യൂസ് പേപ്പറിലൊന്നും ഉണ്ടായിരുന്നില്ല കറണ്ട് പോകുന്നതിനെ പറ്റി. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. വളരെ സ്ലോ ആയിട്ട് ചെയ്തെടുക്കുക. നമ്മൾ വിപ്പ് ചെയ്തെടുത്ത എഗ്ഗിൻ്റെ ആ ഒരു ഘടനയിൽ ഒരു വലിയ മാറ്റമൊന്നും വരാത്ത രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രമേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ച് ചെയ്താലും മതി. പിന്നെ നമ്മൾ ഇതിപ്പോൾ ഞാൻ ഓവൻ ഇല്ലാതെ ചെയ്യുന്നത് ബേക്കാക്കി ചെയ്തെടുക്കുന്ന രീതിയിലാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്.
നമുക്ക് ഈ ഒരു ഷിഫോൺ കേക്കും അതുപോലെ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ജിനൈസ് ടൈപ്പിൽ വരുന്ന കേക്കും നമുക്ക് ഡയറക്റ്റായിട്ട് സോസ് പാനിലോ അതല്ലെങ്കിൽ പ്രഷർ കുക്കറിനകത്തോ ഡയറക്റ്റായിട്ട് തന്നെ ബേക്കിംഗ് ആയിട്ടല്ലാതെ ഡയറക്റ്റ് ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിയിൽ എന്തെങ്കിലും ഒരു തട്ടോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് ബേക്കാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബേക്കിംഗ് ടൈം വളരെ കുറച്ച് മതി ബേക്കായിട്ട് വരാനായിട്ട്. ഇപ്പോൾ ഞാൻ ഈ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊരു 6 ഇഞ്ചിൻ്റെ പാനിനകത്തേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. പാന് ഞാൻ ആദ്യം തന്നെ ഗ്രീസ് ആൻഡ് ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. കറണ്ട് വന്നിട്ടുണ്ട്. വലിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം ഈ സ്റ്റേജിൽ. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റാം. ഞാനിപ്പോൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള അലുമിനിയത്തിൻ്റെ പാത്രത്തിനകത്ത് തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ പാത്രം ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് 45 മുതൽ 50 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുക. ഓവനിലാണെങ്കിൽ 170 ഡിഗ്രിയിൽ 45 മുതൽ 50 മിനിറ്റ് വരെയാണ് ചെയ്യേണ്ടത്. ഞാനിത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി, ഒരു 35 മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അത് ചെറുതായിട്ടൊന്ന് താഴേക്കൊന്ന് ഇരുന്ന് പോയ പോലെ ഉള്ളത്. പൊങ്ങി വരുന്ന സമയത്ത് ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതിപ്പോൾ 45 മിനിറ്റ് ഞാൻ ബേക്കാക്കി എടുത്തിട്ടുള്ള കേക്കാണ്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റൊക്കെയാണ്. മുകൾ ഭാഗം ഞാൻ തുറന്ന് നോക്കിയതുകൊണ്ട് കുറച്ചൊന്ന് താഴ്ന്നു പോയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണിത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓവനൊന്നും ഇല്ലാണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന 1/2 കിലോയുടെ കേക്കിന് ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 3 കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്കിനനുസരിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ച് ഇതിൽ ചേർക്കുന്ന ഫ്ലേവർ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. പിന്നെ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറും ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനേക്കാൾ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.